അപ്പോൾ ഞങ്ങൾ വിശന്ന കാരണം പോകുന്ന വഴിക്ക് ഹോട്ടലെത്തുന്നതിൻ്റെ മുമ്പ് ഫുഡ് കഴിക്കാൻ വെച്ചു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം പല പല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം നല്ല റേറ്റിംഗ് ഉള്ള ഒരു ഗ്രീക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ഗ്രീക്ക് ഞങ്ങൾക്ക് ഭയങ്കര രണ്ടുപേർക്കും ഇഷ്ടമുള്ളൊരു ക്വിസീനാണ്. ഏഷ്യൻ എനിക്ക് അത്ര താല്പര്യമില്ല, പിന്നെ ഇന്ത്യൻ ഒന്നും കണ്ടുപോയില്ല. പക്ഷേ ഗ്രീക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കയറി, നല്ല റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആംബിയൻസും കൊള്ളാം. ഇങ്ങനെ കുറേ ഗ്രീക്ക് വേർഡ്സ് എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ മീനിങ്സ് ഒക്കെ ഉള്ള. പിന്നെ കുറേ ഗ്രീസിലെ കുറേ ഫോട്ടോസ് ഉണ്ട്. ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലൊരു കാര്യമാണ് ഗ്രീസ് ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫുഡ് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഫുഡ് അറിയാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ നോക്കി ഇനി ഫുഡ് വരുമ്പോൾ ബാക്കി പറയാം. ഇവർ പാഴ്സൽ തന്നുവിടുന്ന പോലെ പാക്ക് ചെയ്തേക്കുന്നത് ഇതാണോ ബക്ലാവ? ഇത് സ്വീറ്റ്സ് ഓക്കെ. ഇതല്ലേ റാപ്പ്. നല്ലതാണോ? ക്വാളിറ്റി കൊള്ളാം. ആക്ച്വലി ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു ഗ്രീക്ക് റെസ്റ്റോറൻറ്റിൽ പോയ സമയത്ത് അവിടുത്തെ പുള്ളി ഇങ്ങനെ അവരുടെ നാട്ടിലെ കാര്യമൊക്കെ പറഞ്ഞ് അവരുടെ ഇതേപോലത്തെ ഗ്രീസിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് സാധാരണ അവർ വെക്കുന്ന പോലത്തെ നല്ല ഭംഗിയുള്ള സ്ഥലം അത്രയേ ഉള്ളൂ. അപ്പോഴേ പുള്ളി പറഞ്ഞത് പുള്ളിയുടെ പേരൻ്റൽ ഹൗസാണത് എന്നല്ലേ. എന്നിട്ട് പുള്ളി ഇങ്ങനെ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. സോ അങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് ഗ്രീസിൽ പോകണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ ബക്ലാവ നമ്മൾ മുമ്പ് കഴിച്ചിട്ടുള്ളതിനേക്കാളും നൈസാണ്. മധുരണ്ടോ? ഭയങ്കര സിനിമനി. ചെറിയൊരു ടൗൺ പോലത്തെ സ്ഥലമാണ്. അങ്ങനെ ഷോപ്പിങ്ങിന് ഉള്ള ഇതുണ്ട്. വിലക്കുറവുണ്ടോ അവിടെ? ഞാൻ ആ ഹാറ്റ് നോക്കി, $44. കത്തിയാണ്, ഭയങ്കര കത്തി. ചെറിയ ചെറിയ കടകളാണ്, പക്ഷെ ഭയങ്കര റേറ്റ്. ഈച്ചയായിട്ടുള്ള യുദ്ധം. ഈച്ചയ്ക്ക് എന്തോ ഓസ്ട്രേലിയ എന്ത് നാട്, ഈച്ച എല്ലായിടത്തും ഉണ്ട്. ഈ സമ്മർ ആകുമ്പോൾ ഓസ്ട്രേലിയയിൽ ഭയങ്കര ഈച്ച ശല്യമാണ്. ഇവിടെ കൊതുകില്ല, പക്ഷെ ഈച്ച ഭയങ്കരമാണ്. ഞങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ ഫോർട്ട് നെപ്പിയൻ എന്ന് പറഞ്ഞ അവിടെ എത്തി. പക്ഷേ ഞങ്ങൾക്കറിയാതിരുന്നൊരു പോയിന്റ്, പാർക്കിംഗ് ഏരിയയുടെ അവിടെ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഈ ഫോർട്ടിലേക്ക്. അപ്പോൾ ഷട്ടിൽ സർവീസ് ഉണ്ട് ബസ്സിൻ്റെ, പക്ഷെ അത് വന്ന് നിർത്തിയപ്പോൾ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ ബാക്ക് ടു ബാക്ക് ബസ്സുകൾ കാണുന്ന ഷട്ടിൽ സർവീസ് ആയതുകൊണ്ട്. പക്ഷെ ഇത് ലാസ്റ്റ് ബസ്സായിരുന്നു. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ എല്ലായിടത്തും ഒന്നും വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ കയറിയ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല ക്ലീനായിട്ടുള്ള നല്ലൊരു ബാത്റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബാത്റൂമിലൊക്കെ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും നമുക്ക് ബസ് മിസ്സായി. അങ്ങോട്ടാണോ? ബസ് മിസ്സായി. വേറെ ബസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ ഉണ്ടായില്ല. അങ്ങനെ ഇവിടെ അതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. എവിടെയെങ്കിലും പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ സിറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ പെട്രോൾ പമ്പ് എന്തെങ്കിലും കണ്ടുപിടിക്കണം.
അല്ലാതെ ഇപ്പം നാട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സിലോ കടകളിലോ ഒക്കെ കയറിയാലും ഉണ്ടാവുമല്ലോ. ഇവിടെ അങ്ങനെ നല്ല റെസ്റ്റോറൻ്റ് ആണേലും എല്ലായിടത്തും ഒന്നും വാഷ്റൂംസ് ഒന്നും ഉണ്ടാവില്ല. അതൊരു ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഈച്ചയാണല്ലോ. ഞങ്ങൾ പ്ലാൻ ക്യാൻസൽ ചെയ്തു. ഫോർട്ട് നെപ്പിയൻ അത്യാവശ്യം നടന്നിട്ടും ഇനിയും 3.5 കിലോമീറ്റർ ഉണ്ട് പോലും. അത് ഈ വഴിയും വലിയ സുഖമൊന്നുമില്ല. ഇങ്ങനെ കാട്ടിക്കൂടെയുള്ള കാടിൻ്റെ നടുക്കൂടെയുള്ള വഴി ഈ ഈച്ചയും വെയിലും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ നടന്ന് അവിടെ എത്തിയാലും ഇപ്പം എത്രയായി? 4:40. 4:40. 5 മണി കഴിഞ്ഞ് അതിൻ്റെ അകത്ത് കയറ്റത്തുമില്ല. അതിന് മുന്നേ 3.5 കിലോമീറ്റർ ഒന്നും നമ്മൾ ഓടി എത്തുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ പ്ലാൻ ക്യാൻസൽ ചെയ്ത് വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് തീരുമാനിച്ചു. സോ ഫോർട്ട് നെപ്പിയൻ ചീറ്റിപ്പോയി. ഞാൻ പറഞ്ഞതാ. ഇവിടെ കുറച്ച് കാറ്റായിരിക്കട്ടെ, എൻ്റെ ഓഡിയോ എത്രത്തോളം കേൾക്കും എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പോയ ഫോർട്ട് നെപ്പിയൻ എന്ന് പറയുന്നത് ഈ പോർട്ട് ഫിലിപ്പ് ബേയിലേക്കുള്ള എൻട്രൻസിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടി പണിതൊരു ഫോർട്ടാണ്. സോ ആക്ച്വലി അത് പണിതത് എനിക്ക് തോന്നുന്നു World War I സമയത്തുള്ള ഇതുപോലെ പ്രൊട്ടക്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടി സെക്യൂരിറ്റി റീസൺസ് കാരണം ഒരു ഡിഫൻസ് ആയിട്ട് പണിതതാണ്. എന്നാലും World War I സമയത്ത് ഓസ്ട്രേലിയക്ക് അങ്ങനെ അറ്റാക്സ് ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ആകെ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ വാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ അതോ വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടോ ഏതോ ഇതുപോലെ ഫോറിൻ ഷിപ്സ് ഒന്നും പോർട്ട് വിട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ജർമ്മൻ ഷിപ്പ് ഇതുപോലെ ഫിലിപ്പ് പോർട്ടിൽ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്ത് അവർ പോകാൻ ശ്രമിച്ചു. അപ്പോൾ ആ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതുപോലെ ഒരു വാർണിംഗ് ഷോട്ടായിട്ട് ഇവരൊന്ന് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷിപ്പിന് നേരെയല്ല, വാർണിംഗ് ആയിട്ട് ഒരു ഇതുണ്ടായിരുന്നു. അത് മാത്രമാണ് അതാണ് ഓസ്ട്രേലിയയുടെ വാറിലേക്കുള്ളൊരു ഒഫീഷ്യൽ ഫ്രം ദിസ് ലാറ്റ് ഒരു ഒഫീഷ്യൽ ഇതുപോലെ ഫസ്റ്റ് ഇതുണ്ടായിരുന്നേന്ന് പറയുന്നു. അതല്ലാതെ വേറെ അറ്റാക്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് അലൈസിന് വേണ്ടി ഓസ്ട്രേലിയൻ സോൾജേഴ്സ് പോയി ഫൈറ്റ് ചെയ്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ World War I ഇതുപോലെ അറ്റാക്ക് ഒന്നും നടന്നിട്ടില്ലായിരുന്നെങ്കിൽ പോലും അവർ കംപ്ലീറ്റ് ആയിട്ട് അതിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പോൾ അന്ന് സൂക്ഷിച്ചു വെച്ചിരുന്ന ഗൺസ്, കാര്യങ്ങൾ, ബോംബും സംഭവങ്ങളും എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്ന ഡിഫറെൻറ്റ് സെക്ടേഴ്സാണ് ആ ഫോർട്ടിനകത്ത് കാണാൻ പറ്റുക. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കയറാഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് വേൾഡ് വാറിൽ പ്രത്യേകിച്ച് അറ്റാക്കൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിലും ഈ World War II സമയത്ത് ജപ്പാൻ ഇവിടെ ഡാർവിൻ എന്നല്ല സ്ഥലത്തിൻ്റെ പേര്, അവിടെ ബോംബ് ഇട്ടായിരുന്നു. ബിക്കോസ് അവർ മറ്റേ സൗത്ത് ഈസ്റ്റ് ഏഷ്യയൊക്കെ പിടിച്ചടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അറ്റാക്കിൽ കംപ്ലീറ്റ് ഈ മിലിറ്ററി ഡിഫൻസ് കാര്യങ്ങൾ ഒക്കെ ന്യൂട്രലൈസ് ചെയ്യുന്ന പോലെ ഓസ്ട്രേലിയനെ, അതുവരെ ഓസ്ട്രേലിയക്കൊരു ഇതുണ്ടായിരുന്നു, ലൈക്ക് ഇറ്റ്സ് ആൻ അൺടച്ചബിൾ, അങ്ങനെ പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യാൻ ഇതിനൊന്നും പറ്റാത്തൊരു സ്ഥലമാണെന്നൊക്കെ ഉള്ള ഒരു ഇതിൽ കുറച്ചൊരു പവർഫുൾ ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ജപ്പാൻ തകർത്തു കൊടുത്തു. ഇന്നോളം ഓസ്ട്രേലിയയിൽ നടന്നിട്ടുള്ളതിലേക്ക് വെച്ച് ബിഗ്ഗസ്റ്റ് അറ്റാക്ക് ആയിരുന്നു അത് എന്നാണ് പറയുന്നത്. സോ യെസ്, അങ്ങനെയൊക്കെയാണ് ഹിസ്റ്ററി. അപ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കാണ്. കേപ്പ് ഷാങ്ക് എന്നാണോ എന്തായാലും പ്രൊനൗൺസിയേഷൻ തോന്നുന്നു. ഇത് മോണിങ്ടൺ പെനിൻസുലയിലെ ഏറ്റവും സദേൺ മോസ്റ്റ് ടിപ്പിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ എന്താ പറയുക, കംപ്ലീറ്റ് ഐലൻഡിൻ്റെ തന്നെ സദേൺ ടിപ്പാണെന്ന് തോന്നുന്നു. അതെനിക്ക് അത്ര ഉറപ്പില്ല. ബട്ട് പെനിൻസുലയുടെ സദേൺ മോസ്റ്റ് ടിപ്പാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ലൈറ്റ് ഹൗസ്, ഇതിൻ്റെ ചുറ്റിനും കുറച്ച് ഇങ്ങനെ നടക്കേണ്ട ബോർഡ് വാക്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് താഴേക്ക് ഇറങ്ങാനും ഇവിടെ സ്വിമ്മിങ് അങ്ങനെ അലൗഡ് അല്ല, പക്ഷെ താഴേക്ക് ഇറങ്ങാനും ചില വഴികളും ഇതൊക്കെ ഉണ്ട്. സ്വിമ്മിങ് അവരത്ര പ്രിഫർ ചെയ്യുന്നില്ല, കാര്യം
പെട്ടെന്ന് തിര കൂടാനും പെട്ടെന്ന് അതിൻ്റെ ശക്തി കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. ഒരുപാട് അപകടങ്ങൾ നടന്ന സ്ഥലമാണ്. ക്ലിഫിൻ്റെയും അറ്റത്ത് വരെ പോയി നമുക്ക് വ്യൂ ഒക്കെ കാണാം, പക്ഷെ അവിടെ അധികം നേരം നിൽക്കുന്നതും അത്ര അഡ്വൈസ്ഡ് അല്ല. കാര്യം പറഞ്ഞ പോലെ പെട്ടെന്നുള്ള തിരയിൽ പല അപകടങ്ങളും മുന്നേ ഉണ്ടായിട്ടുണ്ട്. ക്ലിഫ് ഇടിഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കെയർഫുൾ ആയിരിക്കേണ്ട ടിപ്സൊക്കെ ഇവിടെ എല്ലായിടത്തും തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫോളോ ചെയ്ത് നമുക്ക് പോയി കണ്ടിട്ട് വരാം. മുള്ളമന്നിയാണത്. അവിടെ ദൂരെയായിട്ട് ഒരു കാങ്കറു നിൽക്കുന്നത് കണ്ടോ? അത് ഇങ്ങോട്ട് നോക്കുന്നു. ഈ കേപ്പ് ഷാങ് ലൈറ്റ് ഹൗസ് 1859 പണിതതാട്ടോ. അതായത് ഏകദേശം 167 വർഷം പഴക്കമുണ്ട് ഇതിന്. ഫോൺ പറക്കുന്നു. ഈ വ്യൂവിൻ്റെ വലിപ്പം മനസ്സിലാവാൻ വലിയ സ്ക്രീനിൽ തന്നെ കാണേണ്ടി വരും കേട്ടോ. സോ മൊബൈലിൽ വീഡിയോ കാണുന്നവർ പറ്റുവാണെങ്കിൽ ലാപ്ടോപ്പിലോ ടി വിയിലോ ഒന്ന് കണ്ടു നോക്കൂ. ഇവിടുത്തെ കാറ്റിൻ്റെയും തിരയുടെയൊക്കെ സൗണ്ട് കേട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ കാറ്റടിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ ഒരു വൈൽഡ്നെസ് നോക്കിയ നേച്ചറിന് ഭയങ്കര അപകടകരമായിട്ടുള്ള ഭയങ്കര വൈൽഡായിട്ടുള്ളൊരു ഫേസാണ് ഇവിടെ കാണുന്നത്. ശരിക്കും പ്രകൃതിയുടെ എലമെൻസിൻ്റെ മുന്നിൽ നമ്മൾ എത്ര ചെറുതാന്നുള്ളത് തോന്നിപ്പോവുക. ഈ സൗന്ദര്യം ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റുന്നത് ഒരു വലിയ അനുഭവം തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ താഴെ കാണുന്ന കടൽ തീരത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. സോ ആ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. അടിപൊളി എക്സ്പീരിയൻസ്.